السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് 8ാമത്തെ ജുസ്ഉ പഠിക്കാൻ പോവുകയാണ്. 7 ജുസ്ഉ നമ്മൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ അൻആം സൂറത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സംശയങ്ങളും അതിനുള്ള മറുപടിയും അങ്ങനെ വിഷയങ്ങളാണ്. അതായത് മുസ്ലിമീങ്ങളായ ആൾക്കാർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കും, അതിന് മറുപടി നൽകും, അതിന് തെളിവ് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇതുപോലുള്ള ദൃഷ്ടാന്തങ്ങൾക്ക് ഇറക്കിക്കൂടെ, മലക്കിങ്ങൾക്ക് ഇറക്കിക്കൂടെ, അല്ലെങ്കിൽ ഓരോരോ ഓരോരോ ദൃഷ്ടാന്തങ്ങൾക്ക് ഇറക്കിക്കൂടെ എന്ന് അവർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ഓരോ ആയത്തുകൾ നൽകുന്നു, ഓരോ ദൃഷ്ടാന്തങ്ങൾ ഇറക്കി കൊടുക്കുന്നു. ഇതൊക്കെ നൽകിയിട്ടും അള്ളാഹു പറയുന്നത് നമ്മൾ 8ാമത്തെ ജുസ്ഇൻ്റെ ആദ്യത്തെ ആയത്ത് എന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗതാ വഹശർനാ അലൈഹിം كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. അതായത് അള്ളാഹു ഇത്തരത്തിൽ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഇറക്കി കൊടുത്താലും, അവർക്ക് എന്ത് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്താലും, വലൗ അന്ന നസ്സൽനാ ഇലൈഹിമുൽ മലായികത, മാലാകന്മാർ അവർക്ക് നമ്മൾ ഇറക്കി കൊടുത്താലും, അല്ലെങ്കിൽ അവരിൽ നിന്ന് മരണപ്പെട്ടവരെ നമ്മൾ സംസാരിപ്പിച്ചാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് അള്ളാഹു ഇവിടെ പറയുന്നു. അതാണ് ആദ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. പിന്നെ അടുത്തതായി അവിടെ 121ാമത്തെ ആയത്തിൽ എന്താണ്? വഇന്ന ശയാത്വീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. നമ്മൾ ഇന്നൊക്കെ നടക്കുന്ന സംഭവങ്ങളെ എത്ര മനോഹരമാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. ശൈത്താനിൻ്റെ ആൾക്കാർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇസ്ലാമിനെതിരായി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഓരോരോ ത്വലാഖ്, കല്യാണം, അങ്ങനെ ഓരോരോ നിയമങ്ങൾക്കെതിരായി സംസാരിക്കുന്ന, അതിനൊന്നും പഠിക്കാതെ പറയുന്നവർക്ക് അവർക്ക് ശൈത്താനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. വഇന്ന ശയാത്വീന ലയൂഹൂൻ, ശൈത്താനെ തോന്നിപ്പിച്ചു കൊടുക്കുന്നു ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും, നിങ്ങളോട് തർക്കിക്കാൻ. എന്തൊക്കെ വിഷയങ്ങൾ, കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിപ്പിക്കുന്നു ശൈത്താൻ. അത് ആ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അതാണ് അവിടെ പറഞ്ഞത്. നടക്കുന്ന പിന്നെ നമ്മുടെ പത്രങ്ങളിലുള്ള എഡിറ്റോറിയലുകൾ, ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകൾ, ചർച്ചകൾ, ഇൻ്റർവ്യൂകൾ, ഇതൊക്കെ ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതായാലും ആ വിഷയമാണ്. പിന്നെ നമ്മൾ ഈ സൂറത്തുൽ അൻആം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തില്ല. എന്താണ് അൻആം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആട്, മാട്, ഒട്ടകം അല്ലെങ്കിൽ കാറ്റിൽസിനാണ് അങ്ങനെ അൻആം എന്ന് പറയാം. അതിപ്പോൾ എന്താ പറയുക, 136ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയാണ്. അതായത് അതിൻ്റെ ഓരോരോ ഇനങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. അൻആം അതായത് ഈ ആട്, മാട്, ഒട്ടകം അല്ലെങ്കിൽ ഈ കാറ്റിൽസുകൾ, അല്ലെങ്കിൽ എന്താ പറയുക അതിന് മാട് എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് ഓരോരോ ഇനങ്ങളെ പറ്റിയൊക്കെ വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നെ സമാനിയത്ത് അസ്വാജ് മിനൽ മഅ്സി ഇസ്നൈനി അങ്ങനെ തുടർന്നിട്ട് പിന്നെ
അങ്ങനെ ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതിന് ഈ സൂറത്ത് അൻആം എന്ന പേര് വെച്ച് നിന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇത്ര വിഷയങ്ങളാണ് അവിടെ പറയുന്നത്. അതായത് അന്നവർ അവരുടെ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ അവരുടെ ജാഹിലിയത്ത് കൊണ്ട് അവർ ഒരു പശു ഗർഭം ധരിച്ചാൽ അത് പ്രസവിച്ചാൽ ആണാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം അവർക്കുണ്ടായിരുന്നു, ഒരു നേർച്ച വെക്കൽ, അങ്ങനെ ഒരു വിഷയം. ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതിനെ സാക്രിഫൈസ് ചെയ്യുക, അറക്കുക, അങ്ങനെ ഒരു വിശ്വാസമൊക്കെ അവർക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അൻആം എന്ന് നമ്മൾ പറഞ്ഞു എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ പറയുന്ന ചർച്ച ഈ സ്ത്രീ ആയ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളെ കുട്ടി പെണ്ണാണെങ്കിൽ അതിനെ അവർ ജീവനടക്കം കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം അവരെ പേടിച്ചുകൊണ്ട്, അവർക്ക് സമ്പത്തുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാവുമെന്നൊക്കെ പേടിച്ച് അവർ പെൺകുട്ടികളെ കൊന്നിരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ ഇവിടെ അടുത്ത് പറയുന്നുണ്ട്. ഖത്ല ഔലാദിഹിം ശുറകാഉഹും ലിയർദൂഹും വയൽബിസു അലൈഹിം ദീനഹും വലൗ ശാ അല്ലാഹു മാ ഫഅലു ഫദറുഹും വമാ യഫ്തറൂൻ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. അടുത്തതായി ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു 10 വിഷയങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. 10 വിഷയങ്ങൾ, 10 കൽപ്പനകൾ. അത് നമ്മൾ ചെയ്യണം, നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു സൂചന അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് 151-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങും. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. ഒന്ന്, അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത്, അഥവാ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ബേസിക്, നമ്മുടെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിനോട് മാത്രം ഏകത്വം നമ്മൾ പുലർത്തുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അത് പറഞ്ഞതിന് ഉടനെ അള്ളാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളെ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം. അത് ദൈവത്തോടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു വിഷയം പറഞ്ഞത് നമ്മൾ മാതാപിതാക്കളോട് നന്മ ചെയ്യുക അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. 2 ഒന്ന് നമ്മൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്, പിന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. 2 വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും. 3 പറഞ്ഞത് നിങ്ങൾ കൊല്ലരുത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. അഥവാ ഇപ്പോൾ ഇന്നൊക്കെ സംഭവിക്കുന്ന പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബോർഷനൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ചെയ്യരുത്. നിങ്ങൾക്ക് അള്ളാഹുവാണ് നിങ്ങൾക്കും റിസ്ഖ് തരുന്നത്, നിങ്ങളുടെ മക്കൾക്കും റിസ്ഖ് തരുന്നത് അള്ളാഹുവാണ്. പിന്നെ എന്തിനാണ് നിങ്ങളെ പേടിക്കുന്നത്? നിങ്ങളെ കൊല്ലരുത്. അതേപോലെ 4 പറയുന്നത് വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. എത്ര മനോഹരമാണ് ഖുർആൻ. നിങ്ങൾ മോശമായ അശ്ലീലമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടുക്കരുത്. മാ ളഹറ മിൻഹാ വമാ ബത്തൻ, നമുക്ക് പ്രകടമായതും പ്രകടമല്ലാത്തതും പ്രകടമല്ലാത്തതും. വമാ ബത്തൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, എത്ര നമ്മുടെ കുട്ടികളൊക്കെ മോശമായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു പറയുന്നത് വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, നിങ്ങൾ തിന്മയിലേക്ക്, അശ്ലീലങ്ങളിലേക്ക് അടുക്കരുത്. എങ്ങനെ? മാ ലഹറു വമാ ബത്തൻ. വമാ ബത്തൻ എന്ന് പറയുമ്പോൾ എത്ര കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്ന് നമ്മൾ എത്ര വളരെ ഈസിയായി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അശ്ലീലങ്ങളും വേണ്ടാത്തരങ്ങളൊക്കെ വമാ ബത്തൻ. അതാണ് 4 പറയുന്നത്. 5 പറയുന്നത് വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, നിങ്ങൾ ആരെയും കൊല്ലരുത് എന്നുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു കൽപ്പന. അടുത്തത് അല്ലാഹു പറയുന്നത് 6 പറയുന്നത് നിങ്ങൾ യതീമികളുടെ അല്ലെങ്കിൽ
മാതാപിതാക്കളില്ലാത്ത. പിന്നെ നമ്മളൊരു മനസ്സിലാക്കേണ്ട സാന്ദർഭികമായിട്ട് പറയുന്നത്, യതീം എന്ന് പറയുമ്പോൾ ഉപ്പയില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കണം, എന്ന് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ടാലാണ് യതീം. പ്രായം പൂർത്തിയായതിനു ശേഷം ഉപ്പ മരണപ്പെട്ടാൽ അത് യതീമല്ല. എന്താ പറയുക, അങ്ങനെ അവർക്ക് സഹായിക്കാം, അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, നമ്മൾക്ക് ഫിനാൻഷ്യലി മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്യാം. ബട്ട് എന്താ പറയുക, ഈ യതീം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ടാലാണ്. അപ്പോൾ അവരുടെ സമ്പത്തുകൾ എന്ത് ചെയ്യരുത്, അവരുടെ സമ്പത്തിൽ നിങ്ങൾ ഉപയോഗിക്കരുത്, അവർ സമ്പത്തിൽ നിങ്ങൾ കഴിക്കരുത് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ അവരുടെ സമ്പത്തിൽ നമ്മൾ പോയി എന്താക്കരുത്. കാരണം അവർക്ക് ആരും സഹായിക്കാനുണ്ടാവില്ല. അതായത് അവർക്ക് അഥവാ അവരുടെ ഉപ്പ ഒരുപാട് സമ്പത്ത് അവർക്ക് ബാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരുണ്ടാവും, അള്ളാഹു അവർക്കൊക്കെ സന്മാർഗം കൊടുക്കട്ടെ, അവിടെ വലിയൊരാളായതുപോലെ അവരുടെ സമ്പത്തൊക്കെ കയ്യിലാക്കാൻ ശ്രമിക്കും. അത് ചെയ്യരുത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ പ്രത്യേകിച്ചും ഈ ഗ്രോസറി സ്റ്റോറിലൊക്കെ അങ്ങാടിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മൾ തൂക്കി കൊടുക്കുമ്പോൾ, നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വേണം എന്ന് ഒരു ഉപദേശം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത 8-ാമതായി പറയുന്നത്, നമ്മളെല്ലാവരോടും ന്യായമായി ജസ്റ്റിസ്, വളരെ നീതിയോടെ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ നീതി നമ്മൾ കാണിക്കണം. നിങ്ങൾ നീതി കാണിക്കണം. അത് അടുത്ത പറയുന്ന ഉപദേശം, വലൗകാനദാ ഖുർബ, അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാരാണെങ്കിലും അടുത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നീതി കാണിക്കണം. അതേപോലെ അള്ളാഹുമായിട്ടുള്ള കരാർ, ഒമ്പതാമതായിട്ട് പറയുന്നത്, അള്ളാഹുവിൻ്റെ കരാറുകൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പൂർത്തീകരിക്കണം. അവസാനമായി 10-ാമതായി പറയുന്നത്, ഇതൊക്കെയാണ് ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ, ഇതൊക്കെയാണ് വഴികൾ, നിങ്ങൾക്ക് പറഞ്ഞു തന്ന വഴികൾ, അത് നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുക ഇസ്തിഖാമത്തോടു കൂടെ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി, വ്യത്യസ്ത വഴികളൊക്കെ നിങ്ങൾ സ്വീകരിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞു തന്ന ഈ വഴികളിലൊക്കെ നിങ്ങൾ കടന്നു പോവുക, നിങ്ങൾ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അതാണ് നിങ്ങൾക്കുള്ള വിജയത്തിനുള്ള വഴി എന്ന് പറഞ്ഞ് ഒരു 10 ഉപദേശങ്ങൾ നമ്മൾക്ക് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, കൽപ്പനകൾ. അടുത്ത ഒരു 2 വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്ത് ഈ സൂറത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് 160-ാമത്തെ ആയത്ത്, 160th ആയ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തും കൂടിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു നന്മ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ നന്മയുടെ പ്രതിഫലം മാത്രമല്ല, നന്മയുടെ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, ആശയം. ഇനി നമ്മൾ തിന്മ കൊണ്ടുവരികയാണെങ്കിൽ ആ തിന്മക്കുള്ള കുറ്റമാണുണ്ടാവുക, അതിന് പിന്നെ ഇരട്ടിയായി അള്ളാഹു നൽകുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ ഒരു ഒരു വിശാലതയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത് നമ്മൾ ഇബ്രാഹിം നബിയെ പറ്റിയിട്ട്, ഇബ്രാഹിം നബിയുടെ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പറയുന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതാവണം നമ്മുടെ ജീവിതം. ഇന്ന സ്വലാത്തി വനുസുഖി, നമ്മളൊക്കെ വജ്ജഹത്തിൽ ഓതുന്ന ഒരു വിഷയമാണ് ഇന്ന സ്വലാത്ത്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. കുൽ ഇന്ന സ്വലാത്തി, എൻ്റെ സ്വലാത്ത്, ബനുസുഖി, എൻ്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധന. ബനുസുഖി, ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, ഒനുസുഖി, എൻ്റെ ആരാധന കർമ്മങ്ങൾ മറ്റുമൊക്കെ, ഉമഹ്യായ, എൻ്റെ ജീവിതം, ഉമമാതി, എൻ്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അള്ളാഹ്ക്കുള്ളത് മാത്രമാണ്. അപ്പോൾ കംപ്ലീറ്റായിട്ട് നമ്മൾ അള്ളാഹുലേക്ക് സമർപ്പിതരായിരിക്കുകയാണ്. നമ്മുടെ നിസ്കാരം, നമ്മുടെ ആരാധനകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ജീവിതം മുഴുവനും, നമ്മുടെ മരണം അടക്കം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള സൂചിപ്പിക്കുന്ന ആയത്ത്. ലാ ശരീക ലഹു,
അള്ളാഹുവിനോട് ഒരു പങ്കും ചേർക്കാനില്ല ഇവിടെ. അള്ളാഹുവിന് ശരീക്കായി ഒരാളുമില്ല. ഒബിദാലിക് അതുകൊണ്ട് ഉമിർതു അന അവ്വൽ മുസ്ലിമീൻ എന്ന് പറയുന്ന നമ്മുടെ വജ്ജഹത്തിൽ ഓതുന്നൊരു വിഷയമാണിത്. ഇത്രയും അർത്ഥഗർഭമായ ഒരു ആശയമാണ്, സെൻറ്റൻസാണ് എന്ന് മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ അറാഫാണ്. അപ്പോൾ അറാഫ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അറാഫ് എന്ന് പറയുന്നത് അത് ഒരു വിഭാഗം ആൾക്കാരുടെ പേരാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ചർച്ച ചെയ്യാം, ആയത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അപ്പോൾ ആദ്യം പറയുന്ന അലിഫ് ലാം മീം സ്വാദ്, ഇതെന്താണ് നമ്മൾ മുമ്പ് ഒന്നാമത്തെ ജുസ് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. മുഖത്താത്തിൻ്റെ ഹുറൂഫുകളാണ്, ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അടുത്തത് നമ്മൾ 11-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. 11-ാമത്തെ ആയത്ത് അവിടെ വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ ലം യകും മിനസ് സാജിദീൻ. അപ്പോൾ ഇബ്ലീസും ഒരു ചെറിയ രീതിയിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. ഏതായാലും അത് ഇവിടെ ഡീറ്റെയിൽ ആയി ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പറ്റിയിട്ട് ഇവിടെ ചർച്ച ചെയ്യും. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെ പറ്റിയിട്ട് അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുകയും എന്ന് വെച്ചാൽ ആദം നബിയെ സൃഷ്ടിക്കുകയും മാലാഖന്മാരോടും പിന്നെ അതേപോലെ ഇബിലീസിനോടൊക്കെ. ഇപ്പോൾ ഇബിലീസ് എന്ന് പറയുന്നത് മാലാഖന്മാരോട് ഉസ്താദാണ് എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇബിലീസ് അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ആദം നബിക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ പറഞ്ഞു. കാരണം മനുഷ്യ സമൂഹത്തെ ബഹുമാനിച്ചുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളായ മലക്കുകളോടും ഒക്കെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് ലം യകും മിനസ് സാജിദീൻ. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, ബാക്കി എല്ലാവരും മലാക്കന്മാർ സുജൂദ് ചെയ്തു. അപ്പോൾ അള്ളാഹു ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് കൽപ്പിച്ചതല്ലേ നീ സുജൂദ് ചെയ്യാൻ, എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാത്തത്, എന്താണ് നിന്നെ വിലക്കിയതെന്ന് പറഞ്ഞപ്പോൾ ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിനൻ നാരി വഖലഖതഹു മിൻ തീൻ. അവിടെയാണ് തിന്മയുടെ ഒരു ഉറവിടം, അല്ലെങ്കിൽ തിന്മയുടെ ഒരു ആരംഭം അവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉഷാറാണ്. അഹങ്കാരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു തുടക്കം അവിടെയാണ്. അന ഖൈറും മിൻഹു, ഞാൻ ആദം നബിയേക്കാൾ ശ്രേഷ്ഠനാണല്ലോ. കാരണം ഖലഖതനി മിൻ നാരി വഖലഖതഹു മിൻ തീൻ, അല്ലാഹുവേ നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, ആദം നബിയെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ഞാനാണ് മഹത്വമുള്ളവൻ, ഞാൻ അവന് സുജൂദ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു, നമുക്കറിയാം അതിൻ്റെ നീണ്ട ചരിത്രമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ എന്താണ് ഈ ഭൂമിയിൽ നിന്ന് നീ പോകണം, ഫഹ്ബിത് മിൻഹാ ഫമാ യകൂൻ ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ, ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഇന്നക മിനൽ മുൻദരീൻ ഖാല ഫബിമാ ഖാല അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഇബ്ലീസ് അള്ളാഹുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതായത് ഞാൻ നിൻ്റെ അടിമകളായ ആൾക്കാരെ ഞാൻ പിഴപ്പിക്കാൻ പോവുകയാണ്, ഞാൻ പിഴപ്പിക്കും. അതിന് നീ എന്ത് ചെയ്യണം? ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. എങ്ങനെ ഞാൻ പിഴപ്പിക്കുന്നറിയില്ല. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം. എത്ര ശക്തമായി നോക്ക്. നമ്മൾക്ക് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കും 21-ാം നൂറ്റാണ്ടിൽ നമുക്കിത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഹറാമാണിപ്പോൾ. നമ്മൾ കയ്യിലെടുത്ത ഫോണിൽ ഹറാമാണ്, വലത്ത് നോക്കിയാൽ അഡ്വർടൈസ്മെൻറ്റ്, എല്ലായിടത്തും പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്, എവിടെ നോക്കിയാലും ഹറാമാണ്. അപ്പോൾ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അവരുടെ മുൻവശത്ത് ഞാൻ വരും, അവരുടെ പിൻവശത്ത് ഞാൻ വരും. വഅൻ ഐമാനിഹിം,
അവിടെ വലതുവശത്ത് ഞാൻ വരും, അൻ ഷമാഇലിഹിം അവിടെ ഇടഭാഗങ്ങളിലൊക്കെ ഞാൻ വരും. അല്ലാഹുവേ അവരൊക്കെ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഇബ്ലീസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കണം, വളരെ കരുതലോടെ. പിന്നെ നമ്മൾ ജീവിച്ചാൽ നാടുവരിലേക്ക് ഇടിക്കേണ്ടി നമ്മൾ വരില്ല. നമ്മൾ നന്മയുടെ വഴി വെളിച്ചമായി നന്മയുടെ ആൾക്കാരായി, ഞാൻ പറഞ്ഞതുപോലെ മിഫ്താഹുൽ ഖൈറാത്ത്, നന്മയുടെ താക്കോലുകളായി ആവുകയും നന്മയുടെ ആൾക്കാരായി ആവുകയും നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾക്ക് വിജയം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് ഒരുപാട് പേര് അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തഹജ്ജുദുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വിഷയം പറഞ്ഞുവല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മറ്റൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മീഡിയങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാഹ് അത് വലിയ വിജയത്തിലേക്കുള്ള കാരണമാകും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിജയവും നമ്മുടെ വിജയമൊക്കെ അതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കരഗതമാക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ തുടർന്നിട്ട് അവിടെ നമുക്കറിയാം ആദം നബിയും ഹവ്വാ ബീബിയും സ്വർഗത്തിൽ താമസിക്കുന്നു. അള്ളാഹു അവരോട് പറയുന്നു, വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ, ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, ഈ പഴം കഴിക്കരുത്. അങ്ങനെ ശൈത്താൻ അവരുടെ അടുത്ത് പോവുകയും അവരെ പിഴപ്പിക്കുകയും അവരെ കഴിക്കുകയും അങ്ങനെ ഭൂമിയിലേക്ക് ആദം നബിയും ഹവ്വാ ബീവിയും തിരിച്ചയക്കുകയും അയക്കുകയും പിന്നീട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഹുദ നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിനോട് അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ ഹുദ വരും. ഹുദ എന്ന് പറയുമ്പോൾ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഈ ഖുർആനൊക്കെ അള്ളാഹുവിൻ്റെ സന്മാർഗമാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരും. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ പഴം കഴിച്ചപ്പോൾ ഇബ്രാഹിം നബിയുടെയും ഹവാബിയും അവർ നഗ്നരായിപ്പോയി. ഇതൊക്കെ നമുക്കറിയാം. അവരുടെ വസ്ത്രങ്ങളൊക്കെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് ഭൂമിയിലേക്ക് വരികയും അള്ളാഹു പറയും, നിങ്ങൾക്ക് സന്മാർഗം വരും, അത് നിങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ അനുസരിച്ച് അതനുസരിച്ച് ജീവിച്ചവർക്ക് വിജയം, അല്ലാത്തവർക്ക് പരാജയം എന്ന് പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ഖുർആനിൽ, ഈ സൂറത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ ഈ ഒരു രീതി നമ്മളൊന്ന് വായന നടത്തിയാൽ നമുക്ക് വലിയ ഉപകാരം ഉണ്ടാവും. അതായത് 25-ാമത്തെ ആയത്തും 26-ാമത്തെ ആയത്തും നിങ്ങൾ നോക്കുക. യാ ബനി ആദം, അതേപോലെ 26-ാമത്തെ ആയത് യാ ബനി ആദം, അതേപോലെ 31-ാമത്തെ ആയത്ത് യാ ബനി ആദം. ഇതൊക്കെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതാണ്. നമ്മളത് മനസ്സിലാക്കണം. കാരണം യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. രണ്ടാമത്തെ ആയത്ത് യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു كما أخرج أبويكم من الجنة ينزع عنهما لباسهما. ഇതാണ് വിഷയം. മൂന്നാമത്തേത് യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. ഇതാണ് വിഷയം. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആയത്തിൽ അഥവാ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രമൊക്കെ ഇറക്കി തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വസ്ത്രം അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്നുള്ള ചർച്ച ഒന്നാമത്തെ ആയത്തിലൂടെ പറയുന്നു, 25-ാമത്തെ ആയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ ഓ മനുഷ്യ സമൂഹമേ, നിങ്ങളെ ശൈത്താൻ പിഴപ്പിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ, അതായത് ആദം നബിയെയും ഹവ്വാ ബീബിയെയും ശൈത്താൻ പിഴപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവരുടെ വസ്ത്രങ്ങളെ ഊരിക്കൊണ്ട്, അല്ലെങ്കിൽ വിവസ്ത്രരാക്കിക്കൊണ്ട്. അപ്പം മൂന്നാമത് അവിടെ പറയുന്നത് യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അപ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിസ്കരിക്കും, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം, നിങ്ങൾ ഭംഗിയോടെ പോകണമെന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രം ധരിക്കണം നല്ല രീതിയിൽ. ഈ മൂന്നായത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു വിഷയമുണ്ട്. എല്ലാ തിന്മകളുടെയും അല്ലെങ്കിൽ
പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക വലിയ വലിയ തിന്മകളുടെ ഒരു മെയിൻ വിഷയം എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് വിവസ്ത്രരാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രവിധാനം എപ്പോഴാണ് അടുക്കത്തിലും ചിട്ടയിലും അല്ലാതാകുന്നത്, അപ്പോഴൊക്കെ തിന്മയിലേക്ക് പോകുന്നുണ്ട്. തിന്മ നമ്മളെ വിളിക്കുന്നുണ്ട് എന്നുള്ള സൂചന, വലിയ ആശയം ഈ 3 ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീകൾ നല്ല വസ്ത്രം ധരിക്കുക നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്ന വസ്ത്രം വിധാനം വളരെ അടുക്കമുള്ള ചിട്ടയുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്കത് വിജയമാകും. അല്ലെങ്കിൽ വലിയ തിന്മയിലേക്കത് വഴിവെക്കുമെന്നുള്ള സൂചന ഈ ആയത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അള്ളാഹു നന്മ അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഇബ്ലീസ്, പിന്നെ ആദം നബി, ഹവ്വാ ബീബി, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്തത് 44-ാമത്തെ ആയത്ത്. അതായത് നമ്മളിപ്പം നന്മ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന ഹുദ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും നമ്മളത് മരണപ്പെടുകയും ചെയ്താൽ നമ്മൾക്ക് സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തിലുള്ള വിഷയം, നരകത്തിലുള്ള വിഷയം, അതിനിടയിലുള്ള ഒരു വിഭാഗമുണ്ട്. അതാണ് അറാഫ് എന്ന് പറയുന്ന വിഭാഗം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. 44-ാമത്തെ ആയത്തിൽ പറയുന്നത്, വനാദാ അസ്ഹാബുൽ ജന്നതി അസ്ഹാബൻ നാരി അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖൻ ഖാലൂ നഅം. എത്ര മനോഹരമാണ്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമ്മൾക്ക് അള്ളാഹു നമ്മുടെ നന്മകൾ നമ്മൾ ചെയ്യുന്നതൊക്കെ സ്വീകരിക്കുകയും അള്ളാഹു നമുക്ക് സ്വർഗം നൽകുകയും ചെയ്താൽ നമ്മൾക്കത് വാഗ്ദാനമാണ്. അള്ളാഹു ചെയ്ത വാഗ്ദാനമാണ്. നന്മ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം, തിന്മ ചെയ്താൽ നരകം. അപ്പോൾ അടുത്ത് എവിടെ പറഞ്ഞത്, വനാദ അസ്ഹാബുൽ ജന്നതി അസ്ഹാബന്നാർ. നമ്മളൊന്ന് ഓർത്തു നോക്കാം. നമ്മൾ നന്മയൊക്കെ ചെയ്ത് അള്ളാഹു നമ്മുടെ സ്വർഗത്തിലാക്കുകയും വേറൊരു വിഭാഗത്തെ നരകത്തിലാക്കുകയും ചെയ്താൽ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ആൾക്കാർ, വനാദ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആൾക്കാർ വിളിച്ചു പറയും. ആരോട്? നരകത്തിൻ്റെ ആൾക്കാരോട്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഒന്നും ആവണമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കണ്ണിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ സ്വർഗത്തിൽ, നമ്മൾ മനുഷ്യൻ കണ്ണിൽ കാണാത്ത, മനസ്സിൽ ഉദിക്കാത്തൊരു സംഭവമാണ്, നമുക്കറിയില്ല. നമ്മളൊന്ന് അങ്ങനെ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആൾക്കാർ നരകത്തിൻ്റെ ആൾക്കാരോട് വിളിച്ചു ചോദിക്കും, നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയതായ ഒന്ന് കിട്ടിയോ? അതായത് നന്മ ചെയ്താൽ സ്വർഗമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, തിന്മ ചെയ്താൽ നരകമെന്ന്. അപ്പോൾ സ്വർഗത്തിൻ്റെ ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നു, അൻഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖ. ഓ നരകവാസികളെ, അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്തതായ സ്വർഗം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയോ, തന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നഅം. തന്നിട്ടില്ലേ ചോദിക്കുമ്പോൾ അവർ പറയും നഅം, കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ. നമ്മൾക്ക് അവിടെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുകയാണ്, നമ്മുടെ വിഷയങ്ങൾ തീരുമാനിക്കപ്പെടുകയാണ്. അപ്പം നാളെ നമ്മൾ സ്വർഗത്തിലായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ശാശ്വതമായ വിജയം, അതേ നരകത്തിലായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പരാജയം. അള്ളാഹുവേ നമ്മുടെ സ്വർഗത്തിൻ്റെ അഹലുകാരിൽ പെടുത്തണേ തമ്പുരാനെ. നമ്മുടെ മരണപ്പെട്ടവർക്കൊക്കെ നീ സ്വർഗം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ അവരെയും നമ്മളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം, അതുപോലെ നമ്മുടെ ഔലിയാക്കൾ, നമ്മുടെ മുസന്നിഫീങ്ങൾ, നമ്മുടെ സയ്യിദന്മാർ, നമ്മുടെ സ്വാലിഹീങ്ങളായ ആൾക്കാർ, അവരെ കൂടെയൊക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത് പറയുന്നത് പിന്നെ അസ്ഹാബുൽ അറാഫിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല, അവർ അതിൻ്റെ ഇടയിലാണ്. അവർക്കാണ് അസ്ഹാബുൽ അറാഫ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അസ്ഹാബുൽ അറാഫ്
അവർക്ക് അള്ളാഹു പിന്നെ അവർക്ക് എന്താണ് അവസാനം എന്ത് ചെയ്യും അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവരെയും അള്ളാഹു സ്വർഗത്തിലാക്കും. അവരെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നന്മ കൂടിയ ആൾക്കാർ നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ തൂക്കുകയാണെങ്കിൽ നന്മ കൂടുതലുണ്ടെങ്കിൽ സ്വർഗത്തിൽ, തിന്മ കൂടുതലുണ്ടെങ്കിൽ നരകത്തിൽ. അതേസമയം രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ അറാഫിൻ്റെ ആൾക്കാരാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെയാണ്. എന്നാലും അവരെന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് അള്ളാഹു അയക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്നതി അൻ അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. എത്ര ഒരു ഭയാനകരമായ അവസ്ഥയാണ്. നരകത്തിൻ്റെ ആൾക്കാർ സ്വർഗത്തിൻ്റെ ആൾക്കാരോട് വിളിച്ചു പറയും, അല്ല സ്വർഗവാസികളെ, നമ്മൾക്ക് അന്നഫീദു അലൈനാ മിനൽ മാ, ദാഹിക്കുകയാണ്. കാരണം തീയിൽ നരകത്തിൽ, കത്തിയാളുന്ന നരകത്തിൽ നമ്മളാണുള്ളത് എന്ന് നരകവാസികൾ പറയുന്നത്. നമ്മൾക്ക് അല്പം വെള്ളം തരുമോ? അന്നഫീദു അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളം ഒഴിച്ചു തരുമോ നിങ്ങളുടെ സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞപ്പോൾ നിഷേധ വാക്കുകൾ പറയുന്നു. ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. കാഫിരീങ്ങൾക്കായ ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് അള്ളാഹു നിഷേധിച്ചിട്ടുണ്ട്, തരാൻ പറ്റൂല. അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ, കാക്കണേ അല്ലാഹ്. നമ്മളത് ചിന്തിക്കണം സഹോദരന്മാരെ. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾക്ക് അടുത്ത് നമ്മൾ തീരുമാനിക്കപ്പെടുകയാണ്, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ. അപ്പം നമ്മുടെ സ്വർഗം കൈവരിക്കുകയാണെങ്കിൽ നമ്മുടെ അമാലുകളെ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഖൽബ് കൊണ്ട്. അതാണ് വിഷയം. ഖൽബ് നമ്മളെപ്പോഴും വളരെ ശുദ്ധമായി, ആരോടും വെറുപ്പില്ലാതെ, വളരെ മനോഹരമായി, എല്ലാവരോടും സ്നേഹം മാത്രം, അതൊക്കെ നമ്മളങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം അത്ര വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു വിഷയം പറയുന്നത്, അടുത്ത ആയത്ത്, അല്ലദീന ഇത്തഖദു ദീനഹും ലഹുവൻ വലഇബൻ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ. ജീവിതത്തിനൊക്കെ അവർ ഒരു ലൈഫ് ഈസ് എ ഗെയിം എന്നൊക്കെ കുറേ ആൾ പറയും. അങ്ങനെയല്ലല്ലോ. ലൈഫ് ഈസ് എ ഗെയിം അല്ലല്ലോ. ജീവിതം കളിയല്ലല്ലോ, ജീവിതം കാര്യമാണ്. അപ്പോൾ ജീവിതം ഒരു കളിയായി കണ്ട് ഈ ദുനിയാവെന്നുള്ളത് നമ്മുടെ ഒരു വഞ്ചനയാണ്. ഇവിടുത്തെ സൗന്ദര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അതിൽ വഞ്ചിതരാകപ്പെടുകയാണ്. അപ്പം അതിൻ്റെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ജീവിതം ഒരു കളിയായി കണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ, നിരോധനങ്ങളെ നിഷേധിക്കാതെ, വർജിക്കാതെ ജീവിച്ച ആൾക്കാർ അവരിതൊക്കെ മറന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മറന്നു കഴിഞ്ഞവർ. അവർക്ക് അള്ളാഹ് പറയുന്നത്, ഖുർആനിൽ അള്ളാഹു പറയുന്നത്, ഈ ദിവസം അവരെ നമ്മൾ മറക്കും. എങ്ങനെ? അവർ നമ്മുടെ കൽപ്പനകളൊക്കെ മറന്നില്ലേ? ഇപ്പം ഈ ദുനിയാവിൽ അള്ളാഹു നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ ചെയ്തില്ല, നമ്മൾ മറന്നു കളയുകയാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത് അള്ളാഹു നിങ്ങളെ കൊണ്ടുവരികയും പരലോകത്തിൽ നിങ്ങളെ ഇങ്ങനെ നിങ്ങളോട് വിചാരണ ചെയ്യപ്പെടുകയും ഒക്കെ നിങ്ങൾ ആ വിഷയം മറന്നുവല്ലോ, അതുപോലെ ഈ ദിവസം നിങ്ങളെ മറക്കുകയാണ് എന്ന് അള്ളാഹു നമ്മളോട് വലിയൊരു താക്കീതിൻ്റെ വാക്ക് പറയുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ്. اللهم اجعل علمنا نافعا اللهم انصر اخواننا في فلسطين سبحانك اللهم بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك واخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمه الله